ജെമിനായി ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റിന് ഏതോ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരണത് അവരുടെ എന്താണ് ഇൻറ്റൻഷൻസ് എന്ന് നമ്മൾക്ക് നോക്കാം. അത് മാത്രമല്ല, ഈ സിറ്റുവേഷനിൽ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ എന്താണ് തീരുമാനം എടുക്കാൻ പോണത്? എന്താണ് ബ്ലോക്സ് ഉള്ളത് ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ? അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗ് തുടങ്ങാം. എന്താണ് ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്താണ് ഇവിടെ ഗൈഡൻസ് പറയണമെന്ന് നമ്മൾക്ക് ഈ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനായി, ഇത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ്. നമ്മൾക്ക് തുടങ്ങാം. പക്ഷേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. ഇത് ജെമിനായി സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എല്ലാവർക്കും ബാധിക്കില്ല, ചില മെസ്സേജസ് ബാധിക്കില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ, കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. അപ്പോൾ ജെമിനായി, ഞാനിവിടെ കാണുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ എന്തോ ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെ ഇടയിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് മാതിരി ഒരു എനർജിയാണ്. ഇല്ലച്ചാ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഒരു എനർജിയാണ് വെച്ചാൽ എന്തോ ഒരു പുതിയ തുടക്കം കാണാണ്ട് ഇവിടെ. കുറേ സ്റ്റേബിൾ തുടക്കമാണ്, കുറേ ഒരു ഗ്രൗണ്ടഡ് എനർജിയാണ്, കുറേ പ്രാക്ടിക്കൽ എനർജിയാണ് ഇത്. ചിലവർക്ക് ഞാൻ കാണുന്നത് ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ഓഫർ ആയിരിക്കാം. ഇവിടെ ഡെഫിനറ്റ്ലി ഒരു റെന്യൂവൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവണു. നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത മാതിരി എനർജിയാണ് നിങ്ങളുടെ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ എനർജി അങ്ങനെ ആയിട്ട് വരണത്? മേ ബി നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. അതല്ല വെച്ചാൽ നിങ്ങൾ ഷുവർ ആയിരിക്കില്ല ഈ പേഴ്സണെ കുറിച്ച്. ഇവിടെ എന്തോ ഒരു ടോക്സിക് എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം കമ്മിറ്റ്മെൻ്റ് ആവാം, അതല്ല വെച്ചാൽ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാം. അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, നിങ്ങളുടെ എനർജിയിൽ സ്റ്റെബിലിറ്റി ഇല്ല. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മേ ബി നിങ്ങളുടെ ജോലി അങ്ങനെ ആവാം. അതുകൊണ്ട് നിങ്ങളുടെ രണ്ടാളുടെയും ഇടയിൽ സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ അതല്ല വെച്ചാൽ മേ ബി ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കില്ല, നിങ്ങൾ ഷുവർ ആയിരിക്കില്ല. ഈ പേഴ്സൺ കുറേ ബിട്രേഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. അവരുടെ എനർജിയിൽ ഒരു എൻഡിങ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തു മാതിരി അവർക്കൊരു ഫീലിംഗ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇങ്ങനത്തെ ഫീലിങ്സ് ഇല്ല വെച്ചാൽ മേ ബി അവരുടെ ലൈഫിൽ വേറെ ഏതൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ റീസെൻ്റ്ലി എൻഡായി. അപ്പോൾ ഇവരൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് റെഡിയാണ്, ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാണ്. അവർ കുറച്ചുകൂടി ഒരു കൺട്രോളിലാണ് ഇപ്പോൾ, എന്ന് വെച്ചാൽ അവരുടെ ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുണ്ടാവില്ല. അവരെന്താ ഫീൽ ചെയ്യണേ എന്താ വെച്ചാൽ കുറച്ചൊരു റിജിഡാണ്, പറഞ്ഞാൽ ഇമോഷൻസ് അങ്ങനെ കാണിക്കാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ ആവാം. അപ്പോൾ എന്താ നിങ്ങൾ രണ്ടാളുടെയും പാസ്റ്റിലുണ്ടായേ എന്താ വെച്ചാൽ ഞാൻ കാണുന്നത് ഒരു ഡിറ്റാച്ച്ഡ് എനർജിയാണ്, ഒരു പ്രാക്ടിക്കൽ എനർജിയാണ് പാസ്റ്റിലും കാണുന്നത്. ഒരു പേഴ്സൺ കുറേ പ്രാക്ടിക്കലായിരുന്നു, മറ്റേ പേഴ്സൺ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരുന്നു നോക്കുന്നുണ്ടായിരുന്നേ. നിങ്ങൾ രണ്ടാളുടെയും എനർജി വേറെ വേറെയാണ്. അപ്പോൾ ഒരു കമ്പാറ്റബിലിറ്റി ഇഷ്യൂ ആവാം. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ടെംപ്റ്റേഷൻസ് ഉണ്ടായിരുന്നു, സീക്രറ്റ്സ് ഉണ്ടായിരുന്നു, അങ്ങനെയും ആവാം. ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇമോഷൻസ് മുഴുവനെ അങ്ങനെ എക്സ്പ്രെസ് ചെയ്യാൻ പറ്റിയില്ല. അവർക്കും വേറെ എന്തോ ആയിരുന്നു എക്സ്പെക്റ്റേഷൻസ്. അതുകൊണ്ട് എന്തോ ഒരു പ്രോബ്ലം മുമ്പും ഉണ്ടായിരുന്നു, മിസ്കമ്മ്യൂണിക്കേഷൻ ഇല്ലച്ചാൽ എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ് വരാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? നിങ്ങൾ ഷുവർ അല്ല ആക്ച്വലി. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ഡൗട്ടാണ്, ഇത് ശരിയാവുമോ, ഇത് വർക്കാവുമോ.
ഇവരുടെ കറണ്ട് ഫീലിങ്സ് അവരുടെ കറണ്ട് ഫീലിങ്സിൽ 7 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ അവർക്ക് ഫീലിങ്സ് ഉണ്ടായാലും അവരത് തുറന്ന് പറയാൻ പറ്റുന്നില്ല. അവരെന്തോ മറച്ചു വെക്കുകയാണ്. ആക്ച്വലി അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. അവർ ആക്ച്വലി കുറേ അതിന് വേണ്ടിയിട്ടാണ് പ്രേ ചെയ്യണത്. പക്ഷേ ഇവിടെ എന്തോ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇത്ര ഇമോഷണലി ഡിറ്റാച്ച് ആവണേ? എന്തുകൊണ്ടാണ് അവർ ഇതിൽ ഹാപ്പി അല്ലാത്തത്? ഈ സിറ്റുവേഷനിൽ എന്തോ അവർക്കൊരു പ്രോബ്ലം ഉണ്ട്. എന്താ വെച്ചാൽ ഇവിടെ സൈലൻസ് ഉണ്ടായതുകൊണ്ട്, നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ ഇത്ര സെപ്പറേഷൻ ഉണ്ടായതുകൊണ്ട് അവർ കുറേ ഒരു ഓവർ തിങ്കിങ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ അറിയില്ല. നിങ്ങളെന്താ മനസ്സിൽ നിങ്ങളുടെ എന്താണ് ഉള്ളത്, എന്താണ് നിങ്ങൾ തിങ്ക് ചെയ്യണേ, എന്താ നിങ്ങൾ ഫീൽ ചെയ്യണത്, അവർക്കൊന്നും അത് അറിയാത്തതുകൊണ്ട് അവർ വിചാരിക്കണത് എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് അവരുടെ വിചാരം. പക്ഷെ അവർക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ? എന്താണ് ജെമിനി? നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ഞാൻ കാണുന്നത് ഹീലിംഗ് എനർജിയാണ്. അപ്പം നിങ്ങൾ ഒരു ബ്രേക്കിലാണ് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ മെസ്സേജ് ചെയ്തിട്ട് മേ ബി ഒരു പുതിയ തുടക്കത്തിൻ്റെ ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് നിങ്ങളുടെ സൈഡിൽ ഞാൻ കാണുന്നത്. നിങ്ങളിപ്പോൾ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കാം. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഇവർ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അവർ പ്ലാൻ ചെയ്യാണ്. വെയിറ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല, അവർ പ്ലാൻ ചെയ്യാണ് എന്താ വേണ്ടേ ഫ്യൂച്ചറിൽ. ഇപ്പോൾ എനിക്ക് മൂവ് ഓൺ ചെയ്യാറായോ? അവരുടെ ഉള്ളിൽ കുറേ കോൺഫിഡൻസ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവർ അങ്ങനെ വെയിറ്റ് ചെയ്യല്ല, പക്ഷേ അവർക്കൊരു ഓണസ്റ്റായി ഒരു ഫീഡ്ബാക്ക് വേണം. എന്താ വെച്ചാൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ല എന്ന് അവർക്കൊരു ഫീലിംഗ് ഉണ്ട്. അങ്ങനെ ഒരു കൺഫർമേഷൻ അവർക്ക് കിട്ടിയാൽ അവർ മുഴുവനെ മൂവ് ഓൺ ചെയ്യാൻ റെഡി ആയിരിക്കും. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ആക്ഷൻ? ഫ്യൂച്ചർ ആക്ഷനിൽ നിങ്ങൾ ഇവരെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട് വെച്ചാൽ നിങ്ങൾ അവരെ കോൾ ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കാം. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷനിൽ ഇമോഷൻസും ഫീലിങ്സ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവർ തുറന്ന് ഓപ്പണായി സംസാരിക്കാൻ റെഡിയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണം ആ എഫേർട്ട് ഇടാൻ. അവരൊരു പുതിയ തുടക്കം, പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാണ്. അപ്പോൾ ഇവിടെ ഔട്ട്കം എന്താണ്? ലവേഴ്സ്. അപ്പോൾ ഇതൊരു ചോയ്സാണ്, ചോയ്സിൻ്റെ കാര്യമാണ്. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഈ പേഴ്സണെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ലോങ് ടേം ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ് കാണുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണ പോലെ തന്നെ ഞാൻ കാണുന്നത് കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോവാൻ തുടങ്ങുന്നുണ്ട് ഓഗസ്റ്റിൽ. ഓക്കെ, ഇപ്പോൾ അത് ഓഗസ്റ്റിൽ തന്നെ ചിലപ്പോൾ കൺഫർമേഷൻ ഇല്ല വെച്ചാൽ മേ ബി ഓഗസ്റ്റിൻ്റെ അടുത്ത മാസം ആവാം. ഓക്കെ, അപ്പോൾ യെസ്, ഇവിടെ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് എനർജി കാണാണ്ട് ഇവിടെ സൈൻസ് കാപ്രിക്കോൺ, ക്യാൻസർ, ജെമിനി ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, കുറേ ഫയർ സൈൻസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കണ ക്യാൻസർ, ലീബ്ര വന്നിട്ടുണ്ട്. ഇവിടെ കാണുന്നത് ടോറസ് എനർജി, പിന്നെ ഇവിടെ ഏരീസും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള തോട്ട്സ്? എന്താണ് അവർക്ക് നിങ്ങളോട് പറയേണ്ടത്? അവർ പറയാൻ നോക്കുന്നത് എന്താ വെച്ചാൽ ഐ വിഷ് ഐ ഹാഡ് ട്രീറ്റഡ് യു ബെറ്റർ. അപ്പോൾ പാസ്റ്റിൻ്റെ ചില കാര്യങ്ങൾ അവർക്ക് അതിൻ്റെ വിഷമം ഉണ്ടാവും. അത് പാസ്റ്റിൽ നമ്മൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതായിരുന്നു, അത് ശരിയായില്ല. ഐ ലവ് യു അൺകണ്ടീഷണലി വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഐ വിൽ വെയിറ്റ് ഫോർ എ സൈൻ ഫ്രം യു. അപ്പോൾ ഇവർ വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ സൈനിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ, നിങ്ങൾ അവരെ മെസ്സേജ് ചെയ്താൽ അപ്പോൾ അവരും ഓക്കെ ആവും. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് പറയണത്? റിട്രീറ്റ്. ഇറ്റ്സ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് മേ ബി നിങ്ങൾ രണ്ടാൾക്കും കുറച്ചൊരു ടൈം ഓഫ് എടുത്തിട്ട് എവിടെയെങ്കിലും ഒരു ബ്രേക്കോ വെക്കേഷന് പോയി കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ആക്കാനാണ് യൂണിവേഴ്സ് പറയണത്. വേറെ ഒന്നും ഡിസ്ട്രാക്ഷൻസ് വേണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ജെമിനി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസിൽ യെസ് എഴുതുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ അതിൻ്റെ റെസ്പോൺസിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.